നമസ്തേ. കൊലപാതകത്തിന് ശേഷം 3 വർഷം കേരളത്തിൽ രഹസ്യജീവിതം. കേരളത്തിൽ ഒളിവിൽ കഴിഞ്ഞത് ആരും അറിയാതെ 3 വർഷമായി കേരളത്തിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഒരു കുപ്രസിദ്ധ പ്രതി ഒടുവിൽ കൊച്ചിയിൽ നിന്ന് NIA വലയിലായിരിക്കുന്നു. രാജ്യത്തെ നടുക്കിയ പ്രവീൺ നെട്ടാരു വധക്കേസിൽ പുറത്തുവരുന്ന വിവരങ്ങൾ വളരെയധികം ഞെട്ടിക്കുന്നതാണ്. രാജ്യത്തെ നടുക്കിയ കൊലപാതക കേസിലെ കുപ്രസിദ്ധ പ്രതിയെ കൊച്ചി പള്ളുരുത്തിയിൽ നിന്ന് നാടകീയമായി പിടികൂടിയിരിക്കുകയാണ് ദേശീയ അന്വേഷണ ഏജൻസി NIA. കർണാടകയിലെ യുവമോർച്ച നേതാവ് പ്രവീൺ നെട്ടാരു വധക്കേസിൽ 3 വർഷമായി കൊച്ചിയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന മുഖ്യപ്രതി പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ NIA വലയിലായിരിക്കുകയാണ്. കർണാടക ബെല്ലാരിയിലെ യുവമോർച്ച നേതാവായിരുന്ന പ്രവീൺ നെട്ടാരുവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് ഭീകരനെ കൊച്ചിയിൽ നിന്നും NIA അറസ്റ്റ് ചെയ്തു. കുടക് സ്വദേശി അബ്ദുൾ നാസറാണ് പിടിയിലായത്. 3 വർഷത്തോളമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇയാളെ ബംഗളൂരുവിലെയും കൊച്ചിയിലെയും NIA ഉദ്യോഗസ്ഥർ ചേർന്ന് നടത്തിയ രഹസ്യ ഓപ്പറേഷനിലൂടെ ആണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 3 വർഷമായി ഇയാൾ പള്ളുരുത്തിയിൽ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു. ഒളിവിൽ കഴിയുന്ന പ്രതിയെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് ദേശീയ അന്വേഷണ ഏജൻസി 2 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. അറസ്റ്റ് ചെയ്ത അബ്ദുൾ നാസറിനെ ചോദ്യം ചെയ്യലിനായി ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയി. ഇയാൾക്കൊപ്പം പ്രതികളെ ഒളിവിൽ പാർക്കാൻ സഹായിച്ച നൌഷാദ് എന്നയാളെ കൂടി ബംഗളൂരുവിൽ നിന്നും NIA അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് മൈസൂരുവിലും ചാമരാജനഗരയിലും തമിഴ്നാട്ടിലെ ഈറോഡിലും പ്രധാന പ്രതികൾക്ക് ഒളിവിൽ പാർക്കാൻ വേണ്ടിയിട്ടുള്ള സഹായ ക്രമീകരണങ്ങൾ നടത്തിയെന്ന കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. 27 പ്രതികളുടെ പട്ടികയിൽ ഇവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന NIA ഉദ്യോഗസ്ഥർ ഓരോരുത്തരായി പിടികൂടിയിരുന്നു. ഒടുവിൽ ഇവരിൽ 6 പേർ ഒളിവിൽ പോയി. അവരെ അറസ്റ്റ് ചെയ്യാൻ വിവരങ്ങൾ നൽകുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചു. ഇവരിൽ സോണാവാരപേട്ടിലെ ഹനഗല്ലു ശിവാസി 24-കാരനായ അബ്ദുൾ നാസിർ വിദേശത്തേക്ക് രക്ഷപ്പെട്ടതായി പറയപ്പെടുന്നു. അതേസമയം അന്വേഷണം നടത്തിയ NIA ഉദ്യോഗസ്ഥർ ഒളിവിൽ പോയ 4 പ്രതികൾക്കെതിരെ 2025 ഏപ്രിൽ അധിക കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. പ്രവീൺ നെട്ടാരുവിനെ കൊലപ്പെടുത്തിയ ശേഷം അബ്ദുൾ നാസർ കേരളത്തിലേക്ക് എത്തുകയും കൊച്ചിയിൽ ഒളിവിൽ കഴിയുകയുമായിരുന്നു. കേസിൽ 19 പേർ അറസ്റ്റിലായിരുന്നു. പോപ്പുലർ ഫ്രണ്ടിന് കേസിൽ പങ്കുണ്ടെന്ന് NIA സമർപ്പിച്ച കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു. അജണ്ടയുടെ ഭാഗമായിട്ടായിരുന്നു കൊലപാതകമെന്നും NIA വ്യക്തമാക്കിയിരുന്നു. പ്രവീൺ നെട്ടാരു വധം രാജ്യം നടങ്ങിയ കൊലപാതകം 2022 ജൂലൈ 26-നാണ് ദക്ഷിണ കന്നഡയിലെ ബെല്ലാരയിൽ യുവമോർച്ച ജില്ലാ പ്രവർത്തക സമിതി അംഗവും വ്യാപാരിയുമായിരുന്ന പ്രവീൺ നെട്ടാരുവിനെ ഒരു സംഘം ആളുകൾ വെട്ടിക്കൊലപ്പെടുത്തിയത്. ബെല്ലാരെ ഏരിയയ്ക്ക് സമീപം കോഴിക്കട നടത്തിയിരുന്ന പ്രവീൺ കടയടച്ച് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ആക്രമണത്തിന് ഇരയായതെന്ന് പോലീസ് വ്യക്തമാക്കി. കടയടച്ച് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ബൈക്കിലെത്തിയ അക്രമി സംഘം മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയത്. ഗുരുതരമായി പരിക്കേറ്റ പ്രവീണിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവം രാജ്യവ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. തുടർന്ന് കർണാടക സർക്കാർ കേസ് ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറി. PFI ബന്ധം കണ്ടെത്തി NIA നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെയും അതിന്റെ രാഷ്ട്രീയ മുഖമായ SDPIയുടെ പ്രവർത്തകരാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് NIA കണ്ടെത്തിയിരുന്നു. കേസിൽ ഇതുവരെ നിരവധി പ്രതികളെ NIA അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗൂഢാലോചന, ആയുധശേഖരണം, പ്രതികൾക്ക് അഭയം നൽകൽ, സാമ്പത്തിക സഹായം എന്നിവയുമായി ബന്ധപ്പെട്ടും നിരവധി പേരെ പ്രതി ചേർക്കുകയും NIA അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 3 വർഷം ഒടുവിൽ കൊച്ചിയിൽ കുടുങ്ങി. കേസിലെ പ്രധാന പ്രതികളിലൊരാളായ അബ്ദുൾ നാസറാണ് കൊലപാതകത്തിനു ശേഷം ഒളിവിൽ പോവുകയായിരുന്നു. ഇയാളെ കണ്ടെത്തുന്നതിനായി വിവിധ സംസ്ഥാനങ്ങളിൽ NIA വ്യാപക അന്വേഷണം നടത്തിയിരുന്നു. ഒടുവിൽ കൊച്ചി പള്ളുരുത്തിയിൽ രഹസ്യമായി താമസിച്ചു വരുന്നതിനിടെയാണ് NIAയുടെ സംയുക്ത സംഘം ഇയാളെ പിടികൂടി അറസ്റ്റ് ചെയ്തത്. അബ്ദുൾ നാസറിന്റെ അറസ്റ്റ് കേസന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവാകുമെന്നാണ് NIA വിലയിരുത്തുന്നത്. ഒളിവിൽ കഴിയാൻ സഹായിച്ചവരെയും ഗൂഢാലോചനയിൽ ഉൾപ്പെട്ട മറ്റു പ്രതികളെയും കണ്ടെത്താനുള്ള അന്വേഷണം തുടരുകയാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ കൃത്യമായ അജണ്ടയുടെയും ആസൂത്രണത്തിന്റെയും ഭാഗമായാണ് 2022 ജൂലൈ 26-ന് പ്രവീൺ നെട്ടാരുവിനെ ബൈക്കിലെത്തിയ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. കേസിൽ ഇതിനകം 19 പേർ അറസ്റ്റിലാവുകയും ഒളിവിൽ പോയ പ്രതികൾക്കെതിരെ 2025 ഏപ്രിൽ NIA അധിക കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. നിലവിൽ അറസ്റ്റിലായ അബ്ദുൾ നാസറിനെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. കേസിൽ ഏറ്റവും നിർണായക വഴിത്തിരിവായ ഈ അറസ്റ്റിലൂടെ കൊലപാതകത്തിന് പിന്നിലെ ഗൂഢാലോചനകളെക്കുറിച്ചും പ്രതികൾക്ക് കേരളത്തിലടക്കം ലഭിച്ച പ്രാദേശിക സഹായങ്ങളെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരുവാൻ സാധിക്കുമെന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. പ്രവീൺ നെട്ടാരു വധക്കേസിലെ അന്വേഷണം രാജ്യവ്യാപകമായി ശ്രദ്ധ നേടിയതിന്റെ പ്രധാന കാരണം
ഇതൊരു സാധാരണ കൊലപാതകം എന്നതിലുപരി സംഘടിത ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നുവെന്ന അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തലുകളാണ്. കേസിന്റെ തുടക്കത്തിൽ തന്നെ സംസ്ഥാന പോലീസിന്റെ പ്രത്യേക സംഘമാണ് അന്വേഷണം ആരംഭിച്ചിരുന്നത്. പിന്നീട് സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് കേസ് ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറുകയായിരുന്നു. തുടർന്ന് വിവിധ സംസ്ഥാനങ്ങളിലായി നടത്തിയ റെയ്ഡുകളിലും അന്വേഷണങ്ങളുമായിട്ട് നിരവധി പേരെ NIA അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കൊലപാതകത്തിന് മുൻപും ശേഷവും പ്രതികൾ നടത്തിയ നീക്കങ്ങൾ, അവർ ഉപയോഗിച്ച വാഹനങ്ങൾ, മൊബൈൽ ഫോൺ രേഖകൾ, സാമ്പത്തിക ഇടപാടുകൾ തുടങ്ങിയവ വിശദമായി പരിശോധിച്ചാണ് അന്വേഷണ സംഘം മുന്നോട്ടു പോയത്. കേസിൽ പ്രതികളായ പലർക്കും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായും അതിന്റെ രാഷ്ട്രീയ വിഭാഗമായ SDPIയുമായും ബന്ധമുണ്ടെന്നാണ് NIAയുടെ കുറ്റപത്രത്തിൽ പറയുന്നത്. കൊലപാതകത്തിനായി പ്രത്യേക പരിശീലനം ലഭിച്ച സംഘത്തെ രൂപീകരിച്ചുവെന്നും ആക്രമണത്തിന് ശേഷം പ്രതികളെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് അല്ലെങ്കിൽ വിവിധ സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ മുൻകൂട്ടി സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നുവെന്നും അന്വേഷണ റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നു. പ്രവീൺ നെട്ടാരുവിന്റെ കൊലപാതകം നടന്നതിന് പിന്നാലെ കർണാടകയിൽ വ്യാപക പ്രതിഷേധങ്ങളാണ് ഉയർന്നു വന്നത്. നിരവധി പ്രദേശങ്ങളിൽ ഹർത്താലുകളും പ്രതിഷേധ പ്രകടനങ്ങളും നടന്നു. BJP പ്രവർത്തകരും വിവിധ ഹിന്ദു സംഘടനകളും കേസിലെ മുഴുവൻ പ്രതികളെയും ഉടൻ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തി. അന്നത്തെ കർണാടക സർക്കാരിനും വലിയ രാഷ്ട്രീയ സമ്മർദ്ദം നേരിടേണ്ടി വന്നു. സംഭവത്തിന് പിന്നാലെ കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിക്കുന്നതിലേക്ക് നീങ്ങിയതും ശ്രദ്ധേയമായ സംഭവ വികാസമായിരുന്നു. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും പൊതുശാന്തിക്കും ഭീഷണിയാകുന്ന പ്രവർത്തനങ്ങളിൽ സംഘടനയ്ക്ക് പങ്കുണ്ടെന്ന കണ്ടെത്തലുകളെ അടിസ്ഥാനമാക്കിയായിരുന്നു ഈ നടപടി. തുടർന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി NIAയും മറ്റ് അന്വേഷണ ഏജൻസികളും വ്യാപക പരിശോധനകളും അറസ്റ്റുകളും നടത്തി. ഇപ്പോൾ അബ്ദുൾ നാസറിന്റെ അറസ്റ്റ് കേസിലെ നിർണായക കണ്ണിയായി മാറിയിരിക്കുകയാണ്. 3 വർഷക്കാലം ഇയാൾ എങ്ങനെ കേരളത്തിൽ ഒളിവിൽ കഴിഞ്ഞു, ആരൊക്കെയാണ് ഇയാൾക്ക് സഹായം നൽകിയിരുന്നത്, സാമ്പത്തിക പിന്തുണ എവിടെ നിന്നാണ് ലഭിച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ് അന്വേഷണം കേന്ദ്രീകരിക്കുന്നത്. ഒളിവിൽ കഴിയുന്ന മറ്റു പ്രതികളെ കണ്ടെത്താനും ഗൂഢാലോചനയുടെ മുഴുവൻ വശങ്ങളും പുറത്തു കൊണ്ടുവരുവാനും ഈ അറസ്റ്റ് സഹായകരമാകുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. അതേസമയം കേസുമായി ബന്ധപ്പെട്ട എല്ലാ ആരോപണങ്ങളും കുറ്റപത്രങ്ങളും ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ്. അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരാനുണ്ടെന്നും കേസിന്റെ അന്തിമ സത്യാവസ്ഥ നിയമ നടപടികളിലൂടെ വ്യക്തമാകുമെന്നും അധികൃതർ അറിയിച്ചു. രാജ്യത്തെ നടുക്കിയ ഈ കൊലപാതക കേസിന്റെ ഓരോ പുതിയ വഴിത്തിരിവും ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം കൂടുതൽ വാർത്തകൾക്കായി നമ്മുടെ ചാനൽ തത്തുമൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.